മ്യൂച്വൽ ഫണ്ട്സിലെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നഷ്ടത്തിലാകും മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടർ പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് എക്സിറ്റ് ചെയ്യണോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 3 വാർണിംഗ് സൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാ. അപ്പൊ ആദ്യത്തെ കാര്യം വരുന്നത്, നിങ്ങളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ബെഞ്ച് മാർക്ക് അതിൽ കോമ്പറ്റേറ്റേഴ്സ് 2 പേരും ഇവിടെ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേസമയത്ത് എന്താണ് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് വളരെ കുറവാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനർ റേഷ്യോ കുറവാണെങ്കിൽ അത് ഇവിടെ ഒരു വാർണിംഗ് സൈൻ ആവാം. ഇനി രണ്ടാമത്തെ നിങ്ങൾ കേട്ടോ, ഇപ്പൊ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ജസ്റ്റ് അറൌണ്ട് ബെഞ്ച് മാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക ആ ഒരു ഫണ്ട് എന്താണ് ജസ്റ്റ് ബെഞ്ച് മാർക്ക് ഹഗ്ഗിംഗ് ആണ് എന്നുള്ളത് കാര്യം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഒരു ആക്റ്റീവ് ഫണ്ടായിട്ട് വലിയ കോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ആണെങ്കിൽ എന്താണ് ഇവിടെ ഇൻഡെക്സ് ലൈക്ക് റിട്ടേൺസ് മാത്രമാണ് തിരിച്ചു കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പൊ ഫണ്ട് അവരുടെ സ്റ്റൈല് മാറ്റുവാണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രോത്തിൽ നിന്ന് വാല്യൂലേക്ക്, അല്ലെങ്കിൽ എന്താണ് ഡൈവേഴ്സിഫൈഡ് നിന്ന് കോൺസെൻട്രേറ്റഡിലേക്ക്. അപ്പൊ ഇത് കാണിക്കുന്ന ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയിലെ മാറ്റമാണ്. അപ്പൊ ഈ ഒരു മാറ്റം കാരണം എന്താണ് ഫണ്ടിന്റെ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ മാറാം. സോ നിങ്ങൾ ഇവിടെ നോക്കുക, അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ ആയിട്ട് ഈ ഒരു അപ്രോച്ച് ഒത്തു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഓർക്കുക, ഇപ്പൊ ഫണ്ട് മാനേജേഴ്സ് അടുപ്പിച്ച് ഇവിടെ മാറുന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജസ്റ്റ് ഒരു സിഗ്നൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്, ഒരുപാട് സൈൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പൊ മാർക്കറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അടുപ്പിച്ച് നിങ്ങൾ റിവ്യൂ ചെയ്യരുത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക.